ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി മുത്തശ്ശനോട് ചോദിക്കണം, എന്നാലും മുത്തശ്ശ രണ്ട് വാക്ക് അവരോട് സംസാരിക്കായിരുന്നു. അങ്ങനെ സംസാരിച്ചെന്ന് വിചാരിച്ച് എന്താണ് മുത്തശ്ശ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശനോട് എടുത്ത് വായിക്കും പറയാണ്, വേണ്ട, എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നേ, എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരോടൊക്കെ ഞാൻ സംസാരിക്കുന്നത്, അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പറഞ്ഞിങ്ങനെ വാചകടിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി പറയണം, നിർത്ത്, നിങ്ങൾക്ക് ഇപ്പം തന്നെ സുഖമില്ലല്ലോ, എന്നിട്ടും വാശിക്ക് ഒരു കുറവുമില്ലല്ലോ ഇദ്ദേഹത്തിന്, വാ പോയി കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ മുത്തശ്ശി. അപ്പോഴേക്കും ഇങ്ങനെ പറയാ, എന്നാലും ഈ ആദർശേട്ടൻ കാണിച്ചതേ വല്ലാത്തൊരു മോശം പരിപാടിയാണല്ലോ. കാരണം കമ്പനിക്ക് ഏറ്റവും വലിയ തകർച്ചയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ മുത്തശ്ശന് ഇതെല്ലാം സഹിക്കാനായിട്ട് പറ്റും? ആദർശേട്ടൻ കാരണമല്ലേ കമ്പനിക്ക് ഇങ്ങനെ ഒരു ഇടിവ് സംഭവിച്ചത്. കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ജയം പറയാണ്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്, ഇപ്പോൾ അനി കമ്പനിയിലെ MD ആണല്ലോ, അവനെ ഇടിച്ചു മാറ്റിയിട്ട് അവനല്ലെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞിട്ട് നീ കയറി ഇരിക്കുക ആ സ്ഥാനത്ത്. അപ്പോൾ വീണ്ടും ഉയരങ്ങളിലേക്ക് പോകും. എന്താ അത് മതിയോ എന്ന് ഈ അബിയോട് ചോദിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും അബിയാണെങ്കിൽ ചമ്മിന്നറിയൊരു അവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ ദേവയാനി, അത് ശരിയാ, ഈ അനിയെ തള്ളി മാറ്റിയിട്ട് ഇവനെ MD ആയിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിലേ 1ാം സ്ഥാനത്തെത്തും. എങ്ങനെയെന്നറിയാമോ? തകർച്ചയുടെ 1ാം സ്ഥാനത്ത്. അതേപോലുള്ള കഴിവല്ലേ ഇവനുള്ളത്, പിന്നെ എന്താണ്? അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ലെങ്കിലും ഒരു പൊട്ടനാണല്ലോ ഇപ്പൊ MD ആയിട്ടിരിക്കുന്നത്, ഇനി കമ്പനി എങ്ങനെ പോകുമെന്ന് നമുക്കൊന്ന് അറിയാലോ എന്നും പറയാം. അതെ, നിങ്ങൾ രണ്ടുപേർക്കും വേറൊരു പണിയില്ലേ, കയറി പോകാൻ നോക്ക് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞയക്കുകയാണ്. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നുകയാണ്. ഏതൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആ ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ആനി. അങ്ങനെ ഈ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര വാശി കാണിക്കുന്നത്? എനിക്കറിയാം ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന്. ആദർശ് നയനെ ഇവിടെ നിന്ന് പോയേ പിന്നെ ഇദ്ദേഹം ശരിക്കും തളർന്നു അല്ലേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ? അതേന്നേ, താൻ പറഞ്ഞ സത്യം തന്നെയാണ് വസുന്ധരേ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഒരു ശൂന്യതയാണ് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും. ആദർശ് നയനെയും കാണാൻ പറ്റുന്നില്ലെന്നൊക്കെ ആലോചിച്ച് പിന്നെന്തിനാ അവരെ മാറ്റി നിർത്തുന്നത്? അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് മോൻ കേൾക്കും. മോനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വരും. മുത്തശ്ശൻ്റെ ഒപ്പം താമസിക്കാനാണ് അവനും താല്പര്യം കൂടുതൽ. എന്താണ് വസുന്ധരെ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തനിക്കറിയാം, എന്നിട്ടും ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ കാര്യമുണ്ടോ? ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കാനേ പാടില്ല. ആദർശിനെ എനിക്ക് പിരിഞ്ഞിരിക്കുന്നതിൽ സങ്കടമില്ലെന്നല്ല, സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ അവൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. ഉയരങ്ങളിലേക്ക് എത്തി പടത്തലത്തെത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത്. അവൻ ഉയരങ്ങളിലേക്ക് എത്തി തല ഉയർപ്പോടെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ സ്നേഹം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ശരിക്കും വിട്ടുമാറി നിൽക്കും. മുത്തശ്ശനൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൻ വിട്ടുമാറി നിൽക്കില്ലേ? അപ്പം അത് വേണ്ട. ഏതായാലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോട്ടെ. നമുക്ക് എവിടം വരെ എത്തുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. നമ്മുടെ പിന്നിലുള്ള ആ ശത്രുവിനെ ആദർശമോ കണ്ടെത്തണം. എന്നിട്ട് അവൻ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തണം ആദർശ്. ആ ഒരു കാര്യത്തിനാണ് ഞാൻ മുൻകൈ എടുത്തിരിക്കുന്നത് വസുന്ധര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും മുത്തശ്ശന് ആദർശിനെയും നയനെയും കാണാത്തതിൻ്റെ ആ പേരിൽ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ അവരെ മാറ്റി നിർത്തുന്നതെന്നൊക്കെയാണ് മുത്തശ്ശി ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അനിക്കൊരു കോള് വരികയാണ്. നമ്മുടെ നന്ദുവിൻ്റെ കോളായിരുന്നു. ഇപ്പോൾ വിചാരിച്ചു, നന്ദു നീ ഏതായാലും വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അല്ല മുത്തശ്ശൻ എങ്ങനെയുണ്ട് അനി, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശനിപ്പോൾ യാതൊരു കുഴപ്പമില്ല. പിന്നെ ആദർശേട്ടനും നേച്ചിയൊക്കെ മുത്തശ്ശനെ കാണാനായിട്ട് ചെന്നിരുന്നു എന്നാണ് പറഞ്ഞത്. മുത്തശ്ശനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആകെ സങ്കടത്തിലാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അതൊക്കെ ശരിയാവുമെന്നേ, എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആവും, അത് നീ വിശ്വസിച്ചിരിക്കുക. അതെ, ഞാനിനി ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. അതെ, എൻ്റെ പിറന്നാൾ വരികയാണ്. ആഹാ, അത് കൊള്ളാലോ. എപ്പോഴാ? നാളെ എൻ്റെ പിറന്നാൾ എന്നിങ്ങനെ നന്ദു പറയുകയാണ്. അതേതായാലും കൊള്ളാം. അപ്പം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷമൊന്നും വേണ്ട. അമ്മ എല്ലാ പ്രാവശ്യവും അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി വഴിപാടുകളും പൂജകളൊക്കെ കഴിക്കും, അത്രയേ ഉള്ളന്നേ. പിന്നെ നയനേച്ചി ഓർത്തിട്ടുണ്ടെങ്കിൽ നയനേച്ചി എൻ്റെ ബർത്ത്ഡേക്ക്
കേക്കും കാര്യങ്ങൾ ചെറിയൊരു ഫംഗ്ഷനായിട്ടൊക്കെ നടത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയാം. ഞാനിപ്പോൾ ചേച്ചിയെയും ആദർശേട്ടനെ ഓർമ്മിപ്പിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ചേച്ചി എൻ്റെ ബർത്ത്ഡേ ഓർത്തിട്ടാണ് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് വേണ്ട. എല്ലാവരും ഭയങ്കര മൂഡ് ഓഫിലല്ലേ. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഏതായാലും നിനക്ക് വേണ്ടി ഒരു കേക്ക് മുറിക്കും. ഞാൻ ഏതായാലും നിന്നെ കാണാൻ രാത്രി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് പോയി ഒരു കേക്ക് മുറിക്കാം. ഇത് കഴിയുമ്പോഴേക്കും അനി അത് വേണോ? അത് കുറച്ച് റിസ്ക്കായ കാര്യമല്ലേ. അത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട്. ഇതെൻ്റെ ആഗ്രഹമാണ്. ഞാൻ നിന്നെ പ്രണയിച്ച് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് വരുന്ന ബർത്ത്ഡേ ആണ് നിൻ്റെ. അപ്പോൾ ഒരു ബർത്ത്ഡേ നമുക്ക് ഏതായാലും ആഘോഷിക്കണ്ടേ. അത് ആഘോഷിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ നന്ദു. അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം. അയ്യോ, ഈ രാത്രി എങ്ങനെയെങ്കിലും ഇറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മ കണ്ടുപിടിച്ച പണി കിട്ടും. അമ്മ കണ്ടുപിടിക്കൊന്നുമില്ല എന്നൊക്കെ പറയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കണ്ടാൽ മതി. ആ നിമിഷം അമ്മ വന്ന് ഇവിടെ കിടക്കും. അയ്യോ അത് വേണ്ടായേ. എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാതിരുന്നാൽ മനസ്സിനൊരു തൃപ്തിയില്ലെന്നേ. പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്ന സമയത്ത് വേറെ ആരെയും വിളിക്കണ്ട. വേറെ ആരെ വിളിക്കാൻ? ഞാൻ പറഞ്ഞു വരുന്നത് ആ നവീനെ വിളിക്കണ്ട എന്നാണ്. ഓ, നവീനെ വിളിക്കണ്ടെന്നോ? അപ്പൊ ബാക്കിയുള്ള ആരെയും വിളിക്കണ്ടെന്നാണോ പറയുന്നത്? അതെ, വേറെ ആരെയും വിളിക്കണ്ട. നമ്മുടെ സ്വകാര്യത പങ്കിടാനായിട്ട് എന്തിനാ മറ്റുള്ളവർ പുറത്തുനിന്ന് വരുന്നത്? അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. നമ്മൾ രണ്ടുപേരും ഉള്ളിടത്ത് നമ്മൾ രണ്ടുപേരും മാത്രം മതി. അതല്ലേ ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് അത് മതി എന്നും പറയണം. അനിയുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ. അതെ, ശരി. എങ്കിൽ പിന്നെ അമ്മ ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഇനി ഫോൺ സൈലൻ്റായിട്ട് വെച്ചോട്ടോ. ആരും വിളിക്കുമ്പോൾ എടുക്കണ്ട. എന്തിനിപ്പോൾ സൈലൻ്റായിട്ട് വെക്കുന്നത്? ഇനി എന്നെ ആര് വിളിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നവീനെങ്ങാനും വിളിച്ചാലോ? നവീനേട്ടനൊരു പാവല്ലേന്നേ. വിളിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുക. അപ്പം അനിയാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്. അവളുടെ മനസ്സിലൊന്നുമില്ല. പക്ഷേ നവീൻ എൻ്റെ കൂട്ടുകാരനാണെങ്കിലും അവനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിനെന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു കുശുമ്പ് പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വേറൊരാളെന്തിനാ വിളിക്കുന്നത്? അതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെന്നും പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കുക. അപ്പോൾ ആദർശൻ നയനയാണെങ്കിൽ ആളെയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വരുന്നു മാളവിക. അപ്പോൾ മാളവികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് ഭയങ്കര സന്തോഷം. ഹായ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുകയാണ്. നയനെ, ഇതാണ് മാളവിക. മാളവിക ഇതെൻ്റെ ഭാര്യ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ സാർ? നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഞാൻ കണ്ടതല്ലേ, പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മാളവിക ഞങ്ങളുടെ കമ്പനിയിലെ ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് കാനഡയിലേക്ക് പോയതെന്നും ആദർശ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നെ മാളവിക, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ? തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ അതിനുശേഷം അറിഞ്ഞത് നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. എനിക്കെല്ലാം ഓർമ്മയുണ്ട് സാർ. ഞാൻ AN ജ്വല്ലറിയിലോട്ട് കയറണം. എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. സാർ എന്തുകൊണ്ട് MD സ്ഥാനം രാജിവെച്ചു? സാറിന് ഇങ്ങനെ ഒരു അമളി പറ്റുന്നതല്ലല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? ഞാൻ MD സ്ഥാനം രാജിവെച്ചില്ലായിരുന്നെങ്കിൽ കൂടിയും മുത്തശ്ശൻ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. അതെനിക്ക് മനസ്സിലാവാത്തത്. ആ കമ്പനി ഇതുവരെയായിട്ടും തകർന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അതെന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടിയാണ് മാളവിക തന്നെ ഞാൻ വിളിച്ചത്. AN ജ്വല്ലറിയെ പല കളികളും കളിക്കുന്നുണ്ട്. ആ ജ്വല്ലറിയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ജ്വല്ലറി കഷ്ടപ്പെട്ടെന്നല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മുന്നിലൊക്കെ ആരാണ് കളിക്കുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് AN ജ്വല്ലറിയിൽ താൻ എങ്ങനെയെങ്കിലും ജോലി കൈപ്പറ്റി കയറുക തന്നെ ചെയ്യണം. സാറേ, കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഞാനിപ്പോൾ കുറേ നാളായാലോ ഇതിലൊക്കെ കയറി വർക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് ഇതിൽ വലിയ പിടിപ്പാടൊന്നും എനിക്കില്ല. പിന്നെ സാറ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഏതായാലും AN ജ്വല്ലറിയിലേക്ക് പോകാം. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോഴേക്കും നമ്മുടെ നയന പറയാണ്, അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ടാസ്ക് തരികയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിച്ചാൽ മതി. അതിൻ്റെ പടങ്ങളും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചാൽ മതി. വേണ്ട വിധത്തിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ മാളവികയെ സഹായിച്ചോളാം എന്ന് പറയാണ്. പിന്നെ നയന മേഡം ഓക്കെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നയന മേഡം ആണല്ലോ മൂർത്തീസ് കമ്പനിയിലൂടെ വലിയ ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെയൊന്നുമില്ല മാളവിക. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു, അത്രയും മാത്രമുള്ളെന്നൊക്കെ പറയാം.
ഇനി മാളവിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, അവിടെ ചെല്ലണം, കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം ഉറപ്പായിട്ടും സാർ. എനിക്ക് അവിടെ ഒരു ജോലി ഉറപ്പാണെങ്കിൽ ഞാൻ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്നൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാളവിക ഭയങ്കര ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വണ്ടി കയറി പോവാണ്. അപ്പോൾ മാളവിക നേരെ ആ ഒരു ഏഞ്ചുലറിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടുത്തെ ഇയാളെ കാണുകയാണ്, എം ഡിയെ കാണുകയാണ്. എം ഡിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വരൂ വരൂ, ഇൻ്റർവ്യൂവിന് വന്നതല്ലേ? അതെ സാർ, ഞാൻ ഇൻ്റർവ്യൂവിന് വന്നാണ്. എങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ പല കാര്യങ്ങളും കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഡേവിഡിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കൊള്ളാലോ, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ നയനാസ് ഡിസൈൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് ഫേമസ് ആയ ഡിസൈൻ അല്ലേ സാർ? നിങ്ങളെ അത് പുകഴ്ത്താൻ വേണ്ടിയല്ല ഞാനിത് ചോദിച്ചത്. അതായത് നയന ഡിസൈനേക്കാളും വലിയ അടിപൊളി ഡിസൈനൊക്കെ നിങ്ങൾ ചെയ്യണം, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. സാർ, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. പരമാവധിയല്ല, നിങ്ങളതിന് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ഒരു ജോലിയുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. 1 മണിക്കൂറിനുള്ളിൽ ഈ ഡിസൈൻ നിങ്ങൾ ചെയ്യണമെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സാർ 1 മണിക്കൂറിനുള്ളിലോ? അതെ, 1 മണിക്കൂറിനുള്ളിൽ. സാർ, അത് കുറച്ച് ടൈം ലേറ്റായിപ്പോയോ സാർ? കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാണ് സാർ ഒരു ഡിസൈൻ തയ്യാറാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം, എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ നല്ലൊരു ബ്രില്യൻ്റ് ആയ ആൾക്കാരെ തന്നെ വേണം, ഒരിക്കലും താഴ്ന്ന് പോകാനായിട്ട് പാടില്ല. ഇതാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പോകാൻ മാളവിക എന്ന് പറയുകയാണ്. സർ, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇതിൽ ഇവിടം വരെ വന്നതാണല്ലോ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്കിത് ശ്രമിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടും, ബ്രില്യൻ്റ് ആയ ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുത്തോളാം, അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശരി സാർ, 1 മണിക്കൂറല്ലേ, ഞാൻ നോക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് വെരി ഗുഡ്, നിങ്ങളെന്നാൽ പോയിക്കോ, നിങ്ങൾക്കൊരു പ്രത്യേക ക്യാബിനൊക്കെ ഉണ്ട്, ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ സാർ എൻ്റെ ക്യാബിൻ? അങ്ങനെ ക്യാബിൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാളവിക മനസ്സിന്തിക്കാണ്, നയന മേഡം ബ്രില്യൻ്റ് ആണ്, നയന മേഡം എത്രയും പെട്ടെന്ന് അയച്ചു തരും. അങ്ങനെ ഈ മാളവികയാണെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നയനയ്ക്ക് അയച്ചു കൊടുക്കുക. നയനയാണെങ്കിൽ മാളവികയുടെ ഒരു വിവരം ഇല്ലെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ മെസ്സേജിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നയന അതെടുത്ത് നോക്കുക. നയന അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഓഹോ ഇങ്ങനെയാണ്. അപ്പോൾ ആദർശ് വരികയാണ്, എന്താ നയന? അതെ, മാളവിക എനിക്കൊരു മെസ്സേജ് ഇട്ടത് 1 മണിക്കൂറിനുള്ളിൽ ഈ ഡിസൈൻ തയ്യാറാക്കി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദർശ് അത് കാണിച്ചു കൊടുക്കണം. കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണല്ലോ നയന, ഇത് തനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? എൻ്റെ ആദർശേട്ടൻ എനിക്ക് ഓരോ ഡിസൈനുകൾ തരാൻ നേരത്തും ഞാൻ കുറേ ചിന്തിക്കാറുണ്ട് ഇതെനിക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. പിന്നെ വരക്കാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കൈ പല ഡിസൈനിലോട്ട് പോകുക തന്നെ ചെയ്യും. പിന്നെ അത് പൂർത്തിയാക്കിയിട്ടല്ലേ ഞാൻ എണീക്കാറുള്ളൂ. അത് താൻ പറഞ്ഞ സത്യം തന്നെയാ. അതേപോലെ തന്നെ ഞാൻ നോക്കട്ടേന്നേ, ഇതൊന്ന് വരച്ച് നോക്കട്ടെ, അതിനുശേഷം എനിക്ക് എന്താ റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്കിങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ, മാളവികനെ സഹായിച്ചല്ലേ മതിയാവുള്ളൂ. താഴ്ന്നപ്പനെ ഡിസൈൻ ചെയ്തോ എന്ന് പറയുക. അങ്ങനെ നമ്മുടെ മാളവികയെ കാണിക്കുകയാണ്. മാളവികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഡിസൈൻ വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സമയം തന്നെ നയനയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഡിസൈനൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇത് ശരിയാവണേ, അവർക്കത് ഇഷ്ടപ്പെടണേ എന്നാണ് ഈ നയനയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ വീണ്ടും നമ്മുടെ ഈ മാളവിക കമ്പ്യൂട്ടറിൽ കുറേ ഡിസൈനൊക്കെ ഇങ്ങനെ ചുമ്മാ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയണം, എന്തായി മാളവിക, കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് തന്നിരിക്കുന്നത് അല്ലേ, 1 മണിക്കൂറിനുള്ളിൽ തീർത്തിരിക്കണം അല്ലേ എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതെ 1 മണിക്കൂറിനുള്ളിൽ തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുമല്ലോ, പിന്നെ ഇതിനെ വിട്ടൊരു കളിയില്ല, അങ്ങനെ തോറ്റു പെന്മാറാനായിട്ട് എനിക്ക് സമ്മതമല്ല. ചെയ് അങ്ങനെ നിങ്ങൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേര് ഫേമസ് ആണ്, നിങ്ങൾക്ക് ഇവിടെ ജോലി ഉറപ്പാണ്, ശമ്പളങ്ങൾ വാരിക്കൂട്ടാൻ പാടില്ലേ എന്ന രീതിയിൽ തന്നെ പറയാ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.